CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. നയരേഖാ പ്രതിനിധി ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. വൈകിട്ട് പൊതുസമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ സംസാരിക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, നിരവധിയായിട്ടുള്ള പ്രശംസകൾ, അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ എല്ലാം ഇണങ്ങിയ CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. നയരേഖാ പ്രതിനിധി ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറിയായി തുടരും തുടങ്ങിയ വിവരങ്ങളെല്ലാമാണ് പങ്കുവയ്ക്കാനുള്ളത്. വിവരങ്ങൾ വൃന്ദ, CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് കൊടിയിറങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് തീർച്ചയായും ഒരു കാര്യം. അതിൽ സമാപന ദിവസമായി ഇന്ന് തന്നെ രാവിലെ നയരേഖയിൽ മേലുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി മറുപടി നൽകും. മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയ പിന്തുണയാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. ഈ വളർച്ചയ്ക്കായുള്ള പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിൽ മുഖ്യമന്ത്രി കൃത്യമായൊരു മറുപടി നൽകുന്ന സാഹചര്യമാണ്. തുടർന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സംസ്ഥാന സെക്രട്ടറിയെയും ഇന്ന് തിരഞ്ഞെടുക്കും. അതേസമയം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ്, വയനാട്, മലപ്പുറം, തൃശൂർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും. പുതുമുഖമായി നിരവധി ആളുകളെ കൊണ്ടുവരാനുള്ള തീരുമാനമാണ്. DYFA നേതൃനിരയിൽ നിന്ന് VK സനോജ്, വസീഫ് എന്നിവർ കമ്മിറ്റിയിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വൈകിട്ടാണ് ആശ്രാമ മൈതാനത്ത് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ സംസാരിക്കും. വൻതോതിൽ സ്വകാര്യ നിക്ഷേപത്തിനും പൊതുമേഖലയിലെ PPP പങ്കാളിത്തത്തിനും അടക്കമുള്ള കാര്യങ്ങളിൽ വാതിൽ തുറന്നിടാനുള്ള തീരുമാനത്തോടെയായിരിക്കും ഈ സമാപന സമ്മേളനം നടക്കുന്നത്. ഏതായാലും സംസ്ഥാന സമ്മേളനം വലിയ വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ പുകഴ്ത്തലുകൾക്കും ഒക്കെ സാക്ഷിയായ സമാപന സമ്മേളനം ഈ സംസ്ഥാന സമ്മേളനം തന്നെയായിരിക്കും. അതിൻ്റെ സമാപന വേദിയിൽ ഇന്ന് വൈകിട്ട് തന്നെ മുഖ്യമന്ത്രി അടക്കം സംസാരിക്കും. ഏതായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങാൻ പോവുകയാണ്. വൃന്ദ, വിഷ്ണു, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെയും ഈ ആശാവർക്കർമാരുടെ സമരം 28ാം ദിവസത്തിലേക്കെല്ലാം കടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ വീണ ജോർജിനും മന്ത്രി വീണ ജോർജിനും അടക്കം നിരവധിയായിട്ടുള്ള വിമർശനങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഒപ്പം തന്നെ കൊല്ലം MLA കൂടിയായിട്ടുള്ള മുകേഷ് അടക്കം ഈ ഒരു വേദിയിൽ എത്തിയതടക്കം തന്നെ വലിയ രീതിയിലുള്ളൊരു ചർച്ചയായതല്ലേ? തീർച്ചയായിട്ടും ഈ കൊല്ലം സമ്മേളനം നടക്കുന്നത് തന്നെ സ്ഥലം MLA വൈകി എത്തിയത്, അതായത് ആദ്യ ദിവസങ്ങളിൽ എത്താതിരുന്നത് തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ ആശാ വർക്കർമാരുടെ പ്രതിഷേധം സംസ്ഥാനത്ത് നടക്കുമ്പോൾ തലസ്ഥാനത്ത് വീണ്ടും ആവർത്തിച്ച് തുടരുന്ന സാഹചര്യത്തിൽ വീണ ജോർജിനെതിരെ വിമർശനം ഉയർന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു വരുന്നത് വളരെ വാസ്തവപരമായ കാര്യമാണ്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഏതായാലും അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് പൊതുസമ്മേളനത്തോടെ ഈ സമാപനം ഉണ്ടാവുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള അച്ചടക്കവും അതോടൊപ്പം പാർട്ടിയുടെ ഒരു നയരേഖയും ഒക്കെ പൂർണ്ണമായി തയ്യാറാക്കി പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അത് തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സമ്മേളനം അവസാനിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി അതിന്മേലുള്ള ചർച്ചയിൽ നിന്ന് മറുപടി നൽകും. അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുന്ന വിധത്തിലേക്കുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെല്ലാം ഉള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. തിരുത്തൽ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ സമ്മേളനങ്ങളിലും പതിവായി ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഇത്. പ്രത്യേകിച്ചും പാർട്ടിക്കുള്ളിൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വൻതോതിൽ സ്വകാര്യ നിക്ഷേപത്തിനടക്കം തന്നെ ഈ വാതിൽ തുറന്നിടാനുള്ള ഒരു തീരുമാനത്തോടെ തന്നെയായിരിക്കും ഈ ഒരു സമ്മേളനം പിരിയുക, അല്ലേ? തീർച്ചയായിട്ടും സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ട്, അതായത് ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി തന്നെ അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തം, സ്വകാര്യ നിക്ഷേപവും അതോടൊപ്പം തന്നെ PPP പ്രാവർത്തികമാക്കുക, വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ സാമ്പത്തികപരമായി സംസ്ഥാനത്തിന് ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെയായിരിക്കും ഈ സമ്മേളനം അവസാനിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അംഗീകാരം നൽകുന്ന രീതിയിൽ തന്നെയാണ് CPM മുന്നിട്ട് നിൽക്കുന്നത്. വളർച്ചയ്ക്ക്, അതായത് സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക ഉന്നതിക്കായിട്ട് എല്ലാ മേഖലകളിലും പിന്തുണയും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനവുമായി തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. വൃന്ദ, ശരി വിഷ്ണു.